ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പ്രിൻസ് കട്ടിങ് ബ്ലൗസാണ്. അത് നമ്മൾ ഒരു സാറ്റൻ തുണിയിലാണ് ചെയ്യുന്നത്. തുണി ഒരു 4ആയി മടക്കിയത്. ഇത് ഫ്രണ്ടും ബാക്കും ഒരുമിച്ചാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. അതിന് പിന്നെ ബാക്ക് എടുത്തിട്ട് 1 ഇഞ്ച് കുറയ്ക്കേണ്ടി വരും. എന്താണ് അതിന് പ്രിൻസ് കട്ടിങ് രണ്ട് ജോയിൻറ്റ് ചെയ്യുമ്പോൾ 1 ഇഞ്ച് പോവുമല്ലോ. അപ്പോൾ 1 ഇഞ്ച് പിന്നെ നമ്മൾ കുറച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ബ്ലൗസിൻ്റെ അളവ് വെച്ചിട്ടാണ്. ഈ അളവിൻ്റെ ബ്ലൗസിൽ നീളം വരുന്നത് ഒരു 14.5 ഇഞ്ചാണ്. അപ്പോൾ 1 ഇഞ്ച് കൂട്ടിയിട്ട് 15.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. പിന്നെ ലൂസ് 16.5 ഇഞ്ചാണ് വരുന്നത്. 16.5 ഇഞ്ചാകുമ്പോൾ 17 ഇഞ്ച് ആണ് വരിക. 17 ഇഞ്ചാകുമ്പോൾ നമ്മൾ പകുതിയാക്കി കണക്ക് കൂട്ടുമ്പോൾ 8.25 ഇഞ്ച് ആണ് വരിക. ഞാൻ 9 ഇഞ്ച് ഇടുന്നുണ്ട്. ലൂസ് 9, 9, 18, 17 അല്ല വരിക, 18 ഇഞ്ച്. പക്ഷെ 9 ഇഞ്ച് ഇടാം. പിന്നെ കഴുത്തിൻ്റെ ഷോൾഡറിൻ്റെ ആണ്. അതിൽ 2.25 ഇഞ്ച് മാർക്ക് ചെയ്താൽ മതി. നെക്ക് വിഡ്ത്ത് 2.25, 2.5 ഇഞ്ച് ഷോൾഡറും. അപ്പോൾ ഒരു 3.5 ഇഞ്ച് ഇവിടെ കൊടുക്കുക. അപ്പോൾ രണ്ടും കൂടെ 6 ഇഞ്ച് മാർക്ക് ചെയ്യും. പിന്നെ ഷോൾഡർ വരുന്നത് ഷോൾഡറല്ല, കൈക്കുഴി വരുന്നത്, അതായത് ആം ഹോൾ 6.5 ഇഞ്ചാണ് വരുന്നത്. ഒരു ബോക്സാക്കി ഇങ്ങനെ വരയ്ക്കുക 6 ഇഞ്ച്. എന്നിട്ട് ഇവിടുന്ന് ഒരു ജസ്റ്റ് 1 ഇഞ്ച് 1.5 ഇഞ്ച് വെച്ചിട്ട് ഇവിടെ മാർക്ക് ചെയ്യാം. പിന്നെ 9.5 ഇഞ്ച് ഇവിടെ. പിന്നെ അടിഭാഗം അരൻ്റെ അവിടുത്തത് 1 ഇഞ്ച് ഇവിടെ കുറച്ചിട്ട് അങ്ങനെ മാർക്ക് ചെയ്യാം. ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്തിട്ട് പിന്നെ ഫ്രണ്ട് വേറെയും ബാക്ക് വേറെയും കട്ട് ചെയ്യാം. ഇത് ചെറിയ നെക്ക് ഉപയോഗിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് അധികം നെക്കില്ല. നെക്ക് എടുത്ത് നമ്മൾ 2.25 എടുത്തിട്ടുള്ളൂ. ലെങ്ത്ത് വരുന്നത് 4 ഇഞ്ചാണ്. ബാക്ക് നെക്കാണ് ഇട്ടത്. ഒരു 1 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ട് അതിമക്കൂടെ ഇങ്ങനെ കൊടുക്കുക റൗണ്ട്. ബാക്ക് ഓപ്പൺ കട്ട് ചെയ്യാം കേട്ടോ. ഇത് ഫ്രണ്ടിൻ്റെ ഈ നമ്മൾ നെക്ക് ആദ്യം മാർക്ക് ചെയ്യും. നെക്ക് 5 ഇഞ്ചാണ്. നെക്ക് അതേപോലെ 4 ഇഞ്ച്.
ഇവിടെ ഒരു 2.5 ഇഞ്ച്. പിന്നെ നടുവൊരു 2.5 ഇഞ്ചും ചെറുതായിട്ട് ഷേപ്പ് പോലെ കുറച്ചൊന്നും ഇവിടെ കൂട്ടിയെടുക്കാൻ പറ്റും. ഇവിടെ കുറച്ചൊന്നും നടുന്ന് കുറച്ച് കുറയ്ക്കും. പിന്നെ ഇവിടെ നിന്ന് അതേപോലെ തന്നെ കൈക്ക് ആദ്യം ഒന്ന് ജസ്റ്റ് വിളിച്ചരഞ്ച് വെട്ടും. ഇവിടെ നിന്നൊരു 4.5 ഇഞ്ചിൻ്റെ 4.25 ഇഞ്ച് തന്നെ അവിടുന്ന് ഒരു ഇതിനൊക്കെ ഇങ്ങനെ ഷേപ്പ് വരച്ചെടുക്കുക. ഇവിടെ നിന്നൊരു ഇഞ്ച് മാർക്ക് ചെയ്യും. അപ്പോൾ ഫ്രണ്ടിൻ്റെ കട്ടിങ് കഴിഞ്ഞ് ബാക്കിൻ്റെ കട്ടിങ് കഴിഞ്ഞ് ഇനി ഇതിൻ്റെ കൈ നീളം എടുക്കാനുള്ളത്. കൈയിൻ്റെ നീളം കയ്യെഴുത്തുമ്പടക്കം ഒരു 21 ഇഞ്ച് മതി. ഫുൾ കൈയാണ് കേട്ടോ. പിന്നെ ലൂസ് ഒരു 7 ഇഞ്ച്. ഇവിടെ അടിഭാഗം 4 ഇഞ്ചാണ് വേണ്ടത് അടിച്ചിട്ട്. അപ്പോൾ ഒരു 5.5 ഇഞ്ച് മാർക്ക് വേണ്ടി ഇതിമൊന്നിങ്ങനെ വെച്ച് ഈ സ്റ്റേക്ക് വരെ വന്ന് ഒരു 1/2 ഇഞ്ച് 3/4 ഇഞ്ചോളം എന്നിട്ട് മുകളിലൊരു വെച്ചിട്ട് അതിനൊന്ന് ഇങ്ങനെ മാർക്ക് ചെയ്തെടുത്താൽ മതി. അപ്പം കൈയിൻ്റെ കറക്റ്റായിട്ട് കിട്ടും. കയ്യിൻ്റെ ഈ ഫ്രണ്ടിലെ ഭാഗം ഒരു ചെറുതായിട്ടൊരു 1/2 ഇഞ്ച് നമ്മൾ കുഴിച്ച് വെട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ടിക്ക് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ഇഞ്ച് മാത്രം ഇങ്ങനെ ഷീപ്പാക്കി വെട്ടിട്ട് 1/2 ഇഞ്ച് വെട്ടിയതാണെങ്കിലും അത് വെട്ടിട്ട് കൊടുക്കാം. പിന്നെ ഇനി നമുക്ക് സ്റ്റിച്ചിങ് കാണിക്കട്ടോ. കട്ടിങ് ഇതോടെ അവസാനിച്ച് ഇനി നമുക്ക് സ്റ്റിച്ചിങ് എടുത്ത് പോവാം. അടുത്ത പാർട്ടായിട്ട് ഞാൻ സ്റ്റിച്ചിങ് ഇടാം.